സമൂഹത്തിനും അധികാരിയായ എല്ലാ മതങ്ങളുടെയും ഏക നോട്ടം അല്ലെങ്കിൽ ഏകദർശനത്തിനായി അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ആഗ്രഹത്തിലെ വിശ്വാസികൾക്കുള്ള ഏറ്റവും ഒരു ബിന്ദു സ്ഥാനം ഈശ്വരനാണ്. ആ ഈശ്വരനാണ് മുഖ്യമായിട്ടുള്ള അധികാരവും. ആ അധികാരത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ചെറിയ ഭക്തനാണ് ഞാൻ. അവിടെയും ഭാരത സംസ്കാരത്തിൽ ഈ പറഞ്ഞ ഈശ്വരൻ പോലും തൻ്റെ സർവ്വതും അടക്കിയിരിക്കുന്നത് ആ അമ്മയുടെ കാൽപാദങ്ങളിലാണെന്ന് അടിയൻ വായിച്ചിട്ടുണ്ട്. അത് ഉൾക്കൊള്ളാനുള്ള കഴിവോ ബോധമോ ഒന്നും എനിക്കില്ലെങ്കിലും അത് വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹം എൻ്റെ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ അമൃതാണ് എന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു ഞാൻ കുറഞ്ഞു പോയോ പറഞ്ഞത് എന്നുള്ള ബോധത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അമ്മ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. എല്ലാവർക്കും അതെ. സ്വന്തം അമ്മയേക്കാൾ വലുതായിട്ടൊന്നുമില്ല. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ആദ്യമായിട്ട് പറയുന്നത് ഒരു വിദ്യാലയത്തിൽ പോകുന്നതിന് മുൻപോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുടെയും പ്രത്യേക ശീലനം കൊണ്ട് പറയാത്തൊരു വാക്കാണ് അമ്മ എന്നുള്ളത്. ആ അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ വെളിച്ചമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഭക്തജനങ്ങളും ഇവിടെ നടക്കുന്ന ഏറ്റവും പുണ്യപൂർവമായ പ്രവർത്തനങ്ങളും. ഞാൻ പ്രസിഡന്റുമായിട്ട് അല്പസമയം സംസാരിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഹൃദയത്തെ തട്ടിയ കാര്യം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ജാതി മതഭേദമന്യേ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടിയല്ല. ഇവിടെ കൂടുന്ന എല്ലാ വ്യക്തികളും അത് ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഈ അമ്മയുടെ മക്കളാണെന്ന് കരുതുകയും ഇതിൻ്റെ സ്ഥാനങ്ങളിലിരിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് അതിന് പ്രവർത്തിക്കുന്നതെന്ന് കേട്ടപ്പോൾ വാസ്തവത്തിൽ എനിക്കിന്ന് ഈ നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം കുറച്ചുകൂടി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ജനിച്ചതൊരു മനുഷ്യനായിട്ടാണെങ്കിലും അത് പിൽക്കാലത്ത് മനസ്സിലായതാണ്. എന്നാൽ മനുഷ്യനായോ എന്ന് ചോദിച്ചാൽ മനുഷ്യനാകാൻ ശ്രമിക്കുന്ന ഒരു മൃഗമാണ്. മനുഷ്യനായി ജനിച്ചിട്ട് ഒരു ക്രിസ്തീയ സമുദായത്തിൽ വളർന്നെങ്കിലും എൻ്റെ പിതാവിൻ്റെ മഹത്തായ ആ നിലപാടിൻ്റെ വെളിച്ചത്തിൽ എന്നോട് പറഞ്ഞ്, നീ ഒരു സംഘടനകളിലും ബന്ധപ്പെടരുത്, നീ ഒരു പാർട്ടിയിലും ബന്ധപ്പെടരുത്, ഏത് ജാതിയായാലും ഏത് മതമായാലും അവരെല്ലാം നിന്റെ സ്വന്തം സഹോദരങ്ങളാണെന്ന് കണക്കാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ ആ മഹാവാക്കുകളാണ് എന്നെ ഈ നിലയിലാക്കിയത് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്ക് നിങ്ങളോട് താണ് പറയാനുള്ളതും ഇത് മാത്രമേ ഉള്ളൂ. ഈ ലോകത്ത് ഭക്തന്മാരുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, ഭക്തിയില്ലാത്തവരുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ഈ രണ്ടു കൂട്ടരും ഇവിടെ ജീവിക്കും, അത് ലോകത്തിന്റെ അവസാനം വരെ ഇവിടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് മാറ്റാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തമാണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ വിശ്വാസികളായ ഏതെങ്കിലും മതവിശ്വാസികളായ ആ വിശ്വാസികളും അതോടൊപ്പം തന്നെ അവിശ്വാസികളും തമ്മിലുള്ള പോരാട്ടം അങ്ങനെ നടന്നോട്ടെ. പക്ഷേ വിശ്വാസികൾ തമ്മിലുള്ള പോരാട്ടം നടക്കരുത്. അതെൻ്റെ ഹൃദയം തുറന്ന പ്രാർത്ഥനയാണ്. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ സഹോദരങ്ങളാണ്. ഏതൊരു മുസ്ലിം സഹോദരനായാലും ക്രിസ്തീയ സഹോദരനായാലും ഹിന്ദു സഹോദരനായാലും ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു അമ്മയുടെ മക്കളാണ്, ഒരു അമ്മയുടെ മുലപ്പാലാണ് നമ്മൾ കഴിച്ചിരിക്കുന്നത് എന്നുള്ളത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനി എന്നോ അല്ലെങ്കിൽ മറ്റ് ഏത് ജാതിയിൽപ്പെട്ടവനെന്നോ കരുതാൻ ഇടയാവുകയില്ല. നമ്മുടെ ധർമ്മം അതാണ്, ഹിന്ദു ധർമ്മം അതാണ്. ആ ധർമ്മം ഉൾക്കൊണ്ടുകൊണ്ട്
ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ആ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതാണ് ഏറ്റവും വലിയ സമസ്ത. ലോക സമസ്ത എന്ന് പറഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ മറ്റ് ഏതെങ്കിലും ജാതിയെന്നോ ഇല്ല എന്നുള്ള പാഠം നമ്മൾ ഉൾക്കൊണ്ടുകിട്ടി. എന്നും അത് ഉൾക്കൊണ്ടവർക്ക് തീർച്ചയായും മറ്റൊരു സഹോദരനെ ഉപദ്രവിക്കാൻ ഒക്കുകയില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഈ നൽകിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അതിൻ്റെ സമയമല്ല. പക്ഷേ എന്നാലും എന്നെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത് അമ്മയുടെ ശക്തിയാണ്. ഞാനൊന്നും മനസ്സിൽ ധരിച്ചുകൊണ്ടല്ല ഇവിടെ വന്നത്. ഞാനൊന്നും ധരിച്ചിട്ടില്ല. എല്ലാം ധരിപ്പിക്കുന്നത് ആ അമ്മയുടെ ശക്തിയാണ്. ഇവിടെയുണ്ട് എൻ്റെ മൂകാംബി അമ്മയുണ്ട്, ഈ അമ്മയും ആ അമ്മയും എല്ലാ അമ്മമാരും ഒന്ന് തന്നെയാണ്. അത് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും എൻ്റെ വിജയവും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന എനിക്ക് നൽകിയിട്ടുള്ള എനിക്ക് ഏത് തരത്തിൽ പറയണമെന്നറിയില്ല. ഇന്നത്തെ ഈ സംഭവം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഞാൻ കരുതിക്കൊണ്ട് എൻ്റെ കുടുംബവും അതുപോലെ തന്നെ ഈ അമ്പലത്തിനോടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കും എന്നും ഞങ്ങളുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അടിയൻ്റെ സേവനം എന്ന് പറയുമ്പോൾ അത് സേവിക്കുക എന്നല്ല, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ഇടയാക്കണമേ അമ്മേ, അത് നീ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി എൻ്റെ വാക്കുകൾ ചേർക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും സമാധാനത്തിൻ്റെ ഒരു ഭാവി നമുക്കുണ്ടാവട്ടെ. ഒരു തരത്തിലും ഒരു മുസ്ലിമോ ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ഒരു മതത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മുടെ സാഹോദര്യത്തെ നശിപ്പിക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നത് നിങ്ങൾക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാ